ട്രെൻഡ്സെറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് ഉപയോഗിക്കുവാൻ വാഹനം എങ്ങനെ സജ്ജമാക്കാം, അതിന് സഹായിക്കുന്ന ലളിതമായ ചില മാർഗനിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മഴക്കാലത്ത് അപകടരഹിതമായി വാഹനം ഉപയോഗിക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. നമുക്കറിയാം, റോഡ് നനഞ്ഞു കിടക്കുന്ന സമയത്ത് സാധാരണ സമയത്തേക്കാൾ വാഹനം നിയന്ത്രിക്കുവാൻ പ്രയാസമാണ്. അതിനാൽ തന്നെ നല്ല ട്രെഡുള്ള ടയറുകളാണ് മഴക്കാലത്ത് ഉപയോഗിക്കേണ്ടത്. നനവുള്ള റോഡിൽ വാഹനം സുഗമമായി നിയന്ത്രിക്കുവാൻ 3 മില്ലിമീറ്റർ മുതൽ 5 മില്ലിമീറ്റർ വരെ ഡെപ്തുള്ള ട്രെഡ് ആവശ്യമാണ്. നനവുള്ള പ്രതലത്തിൽ കൂടുതൽ ഗ്രിപ്പ് ലഭിക്കുവാൻ കമ്പനി നിശ്ചയിച്ചിരിക്കുന്നതിൽ നിന്നും 1-2 പൗണ്ട് കാറ്റ് കുറച്ച് അടിക്കുന്നത് നല്ലതായിരിക്കും. ബ്രേക്ക് നല്ല കണ്ടീഷനായിരിക്കണം. ബ്രേക്ക് കുറവാണെങ്കിൽ ബ്രേക്ക് പാഡും ബ്രേക്ക് ലൈനറുകളും ചെക്ക് ചെയ്യണം. കൂടാതെ ബ്രേക്ക് ഫ്ലൂയിഡ് ലെവലും ചെക്ക് ചെയ്യണം. മാത്രമല്ല, മഴക്കാലത്ത് സഡൻ ബ്രേക്കിംഗ് ഒഴിവാക്കണം. എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, കൂളൻ്റ് ഇവയുടെ ലെവൽ പരിശോധിച്ച് ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മഴക്കാലത്ത് വൈപ്പർ അത്യന്താപേക്ഷിതമാണ്. വൈപ്പർ ബ്ലേഡുകളുടെ കാര്യക്ഷമത പരിശോധിച്ച് ഉറപ്പുവരുത്തുക. വിൻഷീൽഡ് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഷർ ജെറ്റിൻ്റെ നോസിൽ ബ്ലോക്ക് ആണെങ്കിൽ ഒരു ചെറിയ പിൻ ഉപയോഗിച്ച് അത് ക്ലിയർ ചെയ്തുവിടാം. വാഷർ ഫ്ലൂയിഡിൽ ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വൈപ്പറിൻ്റെ പ്രവർത്തനം സുഗമമാകും. ലൈറ്റുകൾ പരിശോധിച്ച് എല്ലാ ബൾബുകളും പ്രകാശിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. മഴ സമയത്ത് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നത് വാഹനത്തിൻ്റെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കും. മുൻവശത്തുള്ള ഫോഗ് ലാമ്പുകൾ നമുക്ക് പരിചിതമാണ്. എന്നാൽ ഇപ്പോഴുള്ള മിക്ക വാഹനങ്ങൾക്കും പിൻവശത്തും ഫോഗ് ലാമ്പുണ്ട്. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മഴക്കാലത്തും മഞ്ഞുകാലത്തും മുമ്പിൽ പോകുന്ന വാഹനത്തെ കൂടുതൽ വ്യക്തതയോടെ തിരിച്ചറിയുവാൻ ഈ ഫോഗ് ലാമ്പ് സഹായിക്കും. പാർക്ക് ലൈറ്റ് ഓൺ ചെയ്ത ശേഷം ഇത് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. മഴക്കാലത്ത് ഗ്ലാസുകൾ ഉയർത്തിയിട്ട് വാഹനം ഓടിക്കുമ്പോൾ നല്ല വിസിബിലിറ്റിക്ക് AC ഉപകാരപ്രദമാണ്. അതുകൊണ്ട് AC-യുടെ ഗ്യാസ്, ഫിൽറ്റർ എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ബാറ്ററി കൂടുതലായി ഉപയോഗിക്കുന്ന സമയമാണ് മഴക്കാലം. വൈപ്പർ, ലൈറ്റ്, ഹോൺ, മ്യൂസിക് സിസ്റ്റം, AC എന്നിവയെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നതിനാൽ ബാറ്ററിയും ആൾട്ടർനേറ്ററും പരിശോധിച്ച് നല്ല കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്തണം. വാഹനത്തിനുള്ളിൽ ആവശ്യമുള്ള ടൂൾ കിറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റും ഉണ്ടായിരിക്കണം. ആവശ്യമെങ്കിൽ ഡോറുകളുടെ ഹിഞ്ചസ്, വീലുകളുടെ ഹബ്ബ് എന്നിവ ഗ്രീസ് ചെയ്യണം. കൂടാതെ ഹബിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബൂട്ട് കണ്ടീഷനാണോ എന്ന് പരിശോധിക്കണം. വിനൈൽ ഫ്ലോറിംഗ് വാഹനത്തിൻ്റെ ഉൾവശം വൃത്തിയായി സൂക്ഷിക്കുവാൻ സഹായിക്കും. മഴക്കാലത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ വെള്ളം വീണുണ്ടാകുന്ന ബാഡ് സ്മെൽ ഒഴിവാക്കുവാൻ ഇതുവഴി സാധിക്കും. കൂടാതെ ഫ്ലോർ ക്ലീൻ ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. അതുമാത്രമല്ല, സാധാരണ മാറ്റുകൾ മാറ്റി റബ്ബർ മാറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവയും കഴുകി വൃത്തിയാക്കുവാൻ വളരെ എളുപ്പമാണ്. വാഹനത്തിൻ്റെ ബോഡി വാക്സ് ഉപയോഗിച്ച് പോളിഷ് ചെയ്താൽ മഴക്കാലത്ത് പെയിൻറ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. ഈ വീഡിയോയിൽ 14 പോയിന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പ്രായോഗികമാക്കിയാൽ ഈ മഴക്കാലത്ത് അപകടരഹിതമായി വാഹനം ഉപയോഗിക്കുവാൻ താങ്കൾക്ക് സാധിക്കും. മാത്രമല്ല, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുവാൻ ഈ തയ്യാറെടുപ്പിലൂടെ നിങ്ങൾക്ക് സാധിക്കും. നിശ്ചയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയോ പ്രയോജനപ്പെടുകയോ ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.